ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സാമൂഹ്യ നീതിയും ക്രിസ്തീയ പ്രതികരണവും എന്നുള്ളതാണ്. നമ്മളിതിൽ ഈ ഒരു ഡിസ്കഷനിലൂടെ നമുക്ക് സാമൂഹ്യ നീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ട് ഇതുപോലത്തെ അല്ലെങ്കിൽ സാമൂഹ്യ നീതി എന്നുള്ള ഈ ആശയത്തോട് എന്തുകൊണ്ട് നമ്മൾ പ്രതികരിക്കണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ എങ്ങനെ ഈ ആശയത്തിനെതിരെ നമ്മളെ തന്നെ ഗാർഡ് ചെയ്യാം, എന്നിട്ട് ഈ ആശയത്തോട് എങ്ങനെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ആശയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാമൂഹ്യ നീതി ആ ആ ടേം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വായിക്കുമ്പോൾ തന്നെ നമുക്കത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. അത് നമ്മുടെ മനസ്സിൽ ഇമ്മീഡിയറ്റ്ലി അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരാശയം നമ്മുടെ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സമൂഹത്തിലോട്ട് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകം അനീതികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നീതി നടപ്പാക്കി തരേണ്ട പല സിസ്റ്റങ്ങളും ഫെയിൽ ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആൾക്കാർ അവരുടെ അധികാരം ഒക്കെ ഉപയോഗിച്ച് ജസ്റ്റിസ് എസ്കേപ്പ് ചെയ്തൊക്കെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം റേപ്പ് കേസുകളിലായിക്കോട്ടെ, കൊലപാതക കേസുകളിലായിക്കോട്ടെ, ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതും ഒക്കെ കാണുന്നുണ്ട്. അതായത് സിസ്റ്റം ഈ അധികാരമുള്ളവരുടെ കൂട്ടത്തിലോട്ട് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയും അതുവഴി യഥാർത്ഥത്തിൽ നീതി ലഭിക്കേണ്ടവർ അനീതി അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വാക്ക് നമ്മൾ സാമൂഹ്യ നീതി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു ആവശ്യമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഇത് വരുന്നത്, ഇത് സാമൂഹ്യ നീതി എന്ന് പറയുമ്പം ഇത് നീതി തന്നെയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ നീതി തന്നെയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരും. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ആദ്യമേ തന്നെ അത് വരും. ഇനി നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ പല കേസുകളിലും ഈ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നീതി തന്നെയാണ്. പല കേസുകളിലും അങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ അപകടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസുകളിൽ അത് യഥാർത്ഥത്തിൽ സാധാ നീതി തന്നെയാണെങ്കിലും ചില കേസുകളിൽ അതങ്ങനെയല്ല. അപ്പം സാമൂഹ്യ നീതിയും എവിടെയാണ് വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാമൂഹ്യ നീതിയുടെ 3 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. അതുവഴി നമുക്ക് സാമൂഹ്യ നീതി എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുകയും അത് നീതിയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമൂഹ്യ നീതി ഒരു വ്യക്തിയെ മാത്രമല്ല നോക്കുന്നത്, ആ വ്യക്തി ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പെടുന്നുണ്ടോ എന്നാണ് അവർ ആദ്യമേ ശ്രമിക്കുന്നത്. ഇപ്പോൾ 2 പാർട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ആ 2 പാർട്ടികളും ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളിൽ പെടുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അൾട്ടിമേറ്റ്ലി അവർ അതെന്തിനാണ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഈ അടിച്ചമർത്തുന്നവരുടെ ഗ്രൂപ്പാണോ എന്നുള്ളത് നോക്കും, മറ്റേ ഗ്രൂപ്പ് അടിച്ചമർത്തപ്പെടുന്ന ഗ്രൂപ്പാണോ എന്നുള്ളത് നോക്കും. അപ്പം സാമൂഹ്യനീതി ഒരു വ്യക്തിയെ മാത്രമല്ല നോക്കുന്നത്, പകരം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നോക്കിയിട്ട് ആ വ്യക്തിയെ ഏതെങ്കിലും ഗ്രൂപ്പിൽ പെടുത്താൻ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇൻവോൾവ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ. ഇപ്പോൾ ഒരു വൈറ്റ് ആൾ ഒരു ബ്ലാക്ക് റേസിലുള്ള ഒരാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ സാമൂഹ്യ നീതി നോക്കുമ്പം അത് ജസ്റ്റ് 2 ആൾക്കാർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിട്ടല്ല, മറിച്ച് അതൊരു റേസിൻ്റെ ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പം ഇവിടെ ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ റേസ് എന്നുള്ള ഗ്രൂപ്പ് ഒരു വൈറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ബ്ലാക്ക് ഗ്രൂപ്പ് ഉണ്ട്. ബ്ലാക്ക് റേസ് ഉണ്ട്, വൈറ്റ് റേസ്, ബ്ലാക്ക് റേസ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രാഹ്മിൺ ദളിത് തമ്മിലുള്ള എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരും 2 വ്യക്തികൾ എന്നുള്ള രീതിയിലല്ല സാമൂഹ്യ നീതി ഇവാലുവേറ്റ് ചെയ്യുന്നത്. പകരം ഇവരെ അവർണർ സവർണർ എന്നുള്ള 2 ഗ്രൂപ്പിലാക്കി നോക്കും. എന്നിട്ട് അങ്ങനെയാണ് നോക്കുന്നത്. ഇനി ഒരു ആണും പെണ്ണും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫിനെ അടിക്കുകയോ അബ്യൂസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോക്കുന്നത് 2 വ്യക്തികളല്ല, മറിച്ച് അവിടെ ജെൻഡർ എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ കൊണ്ടുവരും. അതായത് ആണിൻ്റെ ജെൻഡർ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ 2 കാറ്റഗറിയിലോട്ട് തിരിച്ചാണ് ഈ ഇഷ്യൂവിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ഇങ്ങനെ നോക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അനീതി നടക്കുമ്പോൾ അവിടെ ഈ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പിലുള്ളവർ ഏതെങ്കിലും അടിച്ചമർത്തുന്നവരാണോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്നവരാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ ഒരു രീതിയിൽ
നോക്കുന്നത്. അപ്പോൾ സാമൂഹ്യനീതിയുടെ ആദ്യത്തെ ഫീച്ചറാണ് നമ്മൾ പറഞ്ഞത്, ഓരോ ഇൻഡിവിജ്വലിനെ അല്ല നോക്കുന്നത്, മറിച്ച് അവരെ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് സാമൂഹ്യ നീതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമൂഹ്യ നീതി സൈലൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ അടിച്ചമർത്തപ്പെടുന്നവരുടെ ഗ്രൂപ്പിന് കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും നൽകുക, അതുപോലെ തന്നെ അല്ല കൂടുതൽ അവകാശങ്ങൾ നൽകുക, അതുപോലെ തന്നെ പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ ലീനിയൻസി നൽകുക. അധികം ഹാർഷായിട്ടുള്ള പണിഷ്മെൻറ്റ് നടത്തരുത്. അതേസമയം പെടുന്നവരുടെ ഗ്രൂപ്പിനാണ് ഇത് പറഞ്ഞത്. അടിച്ചമർത്തുന്നവരുടെ ഗ്രൂപ്പാണെങ്കിൽ അവർക്ക് കുറച്ച് അധികാരങ്ങളും മറ്റവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അധികാരങ്ങളും അവരുടെ പണിഷ്മെൻറ്റ് സാധാ രീതിയിൽ തന്നെ പോവുകയും വേണം. അപ്പം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്, ഈ അവരുടെ അധികാരം ഉപയോഗിച്ച് ഈ സിസ്റ്റത്തെ അവർ ബെൻഡ് ചെയ്ത് ഇൻജസ്റ്റിസ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അടിച്ചമർത്തപ്പെടുന്നവർ കൂടുതൽ അവകാശങ്ങളും അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ലീനിയൻസി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതൊരു ഗ്രേ ഏരിയ ആണ്. അതായത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചില രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ ഇതിൽ ചില എക്സാമ്പിൾസിൽ തെറ്റായി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, നമ്മളിപ്പോൾ ഒരു അമ്മയുടെ ഉദരത്തിലുള്ള ഒരു ശിശുവിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വ്യക്തി വന്ന് ആ അമ്മേനെ ആക്രമിക്കുകയും അതുവഴി അമ്മയ്ക്ക് പരിക്ക് പറ്റുകയും ആ ഉദരത്തിലെ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ആൾക്കെതിരെ 2 ചാർജസ് ആണ്. ഇപ്പം ഇംഗ്ലണ്ടിലാണെങ്കിൽ 2 ചാർജ് വരും. ഒന്ന് അമ്മയെ ഒരു വ്യക്തിയെ ആക്രമിച്ചു എന്നുള്ളൊരു കേസ് വരും. അതുപോലെ തന്നെ ചൈൽഡ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു അഡീഷണൽ പോയിന്റും കൂടെ വരും. അപ്പം ആ കുഞ്ഞിനെ ഈ ഒരു കേസിൽ എന്തുണ്ട്, ആ കുഞ്ഞിന് ഒരു വാല്യൂ ഉണ്ട്. ആ കുഞ്ഞിനെ നശിപ്പിച്ചു എന്നുള്ളൊരു കേസ് ആ വ്യക്തിയിൽ, ആ ആക്രമിച്ച ആളിൽ ചാർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം ഇതേ കുഞ്ഞിനെ തന്നെ അമ്മ അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അബോർഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വരുമ്പോഴത്തേക്ക് എൻറ്റയർലി ഡിഫറെൻ്റാണ്. ആ അമ്മയ്ക്കാണ് കൂടുതൽ അവകാശം, അബോർട്ട് ചെയ്യാനുള്ള അവകാശം അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്കെതിരെ ഒരു പണിഷ്മെൻറ്റോ കാര്യങ്ങളോ അവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ സാമൂഹ്യ നീതി ഇത് അവർ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ആൾക്കാർ ഇത് പറയില്ലെങ്കിലും ഇതാണ് അവർ എയിം ചെയ്യുന്നത്. ഇങ്ങനെയാണ് പല സിസ്റ്റവും വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും, സാമൂഹ്യ നീതിയിലുള്ള സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വാല്യൂ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണോ ആ കുഞ്ഞിനെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ആ കുഞ്ഞിനെ എതിരെ പ്രവർത്തിക്കുന്നത് അവരുടെ ഗ്രൂപ്പ് നോക്കും. അവർ സാധാ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ആളാണെങ്കിൽ അയാളെ പണിഷ് ചെയ്യും. അതേസമയം ആ കുഞ്ഞിനെതിരെ ചെയ്യുന്നത് അതിൻ്റെ അമ്മ ഒരു സ്ത്രീയാണ്, ഫിനാൻഷ്യലി. അപ്പോൾ സ്ത്രീകളുടെ കാറ്റഗറിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. അവർക്ക് സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർ അടിച്ചമർത്തപ്പെട്ടവരാണ്, അവർക്ക് എല്ലായിടത്തും ആക്സസ് ഇല്ല. അത് കാരണം ആ സ്ത്രീക്ക് കൂടുതൽ അവകാശമുണ്ട് ഈ കൊച്ചിനെ അബോർട്ട് ചെയ്യാനും എന്നുള്ള രീതിയിൽ. അപ്പം ആ കൊച്ചിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിനനുസരിച്ചാണ്. അതേസമയം സാധാ നീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നീതി ദേവത എന്ന് പറയുന്ന ലേഡി ജസ്റ്റിസിൻ്റെ പ്രതിമ നമ്മുടെ എല്ലാ ജസ്റ്റിസ് കോർട്ട് റൂമിലും ഒക്കെ നമ്മളത് കാണുന്ന സംഭവത്തിൽ അത് ബ്ലൈൻഡാണ്. അത് ആ വ്യക്തിയോ അതിൻ്റെ കാറ്റഗറിയോ ക്ലാസ്സോ കാര്യങ്ങളോ നോക്കുന്നില്ല. ക്രൈം എന്താ നടന്നത്, അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് നോക്കുന്നത്. അതേസമയം സോഷ്യൽ ജസ്റ്റിസ് അങ്ങനെയല്ല ചെയ്തത്. വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പല രാജ്യങ്ങളിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ US കാലിഫോർണിയ എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് അവിടെ ഈ കടകളിൽ നിന്നും മോഷണം, വെറുതെ ആൾക്കാർ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് ഭയങ്കരമായിട്ട് കൂടി വന്നപ്പം ആ നിയമം ശക്തമാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവർ നോക്കിക്കഴിഞ്ഞപ്പം സാമൂഹ്യ നീതിയുടെ ലെൻസിലൂടെയാണ് അവരിത് നോക്കുന്നത്. സാമൂഹ്യ നീതിയുടെ ലെൻസിലൂടെ നോക്കുമ്പോൾ ഇത് ചെയ്യുന്നത് കൂടുതലും കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീയാണ്. അതായത് കറുത്ത വർഗ്ഗം അടിച്ചമർത്തപ്പെട്ട സമൂഹമാണ്, സ്ത്രീകളും എന്നുള്ളത് അടിച്ചമർത്തപ്പെട്ട സമൂഹമാണ്. ഇപ്പോൾ ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, നമ്മൾ അതിലോട്ട് പോകുന്നില്ല. അത് കാരണം ഈ നിയമം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇവർക്കെതിരെ വരും. അത് കാരണം നമ്മൾ ആ നിയമം സ്ട്രിക്റ്റ് ആക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. മൂന്നാമത് സാമൂഹ്യനീതിയുടെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം, നമ്മൾ അവകാശങ്ങൾ നേരത്തെ ചിന്തിച്ചത്, അധികാരം ഇൻവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് സാമൂഹ്യനീതിയുടെ ഒരു വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പം അധികാരം ഇൻവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 2 ഗ്രൂപ്പാണല്ലോ ബേസിക്കലി. അടിച്ചമർത്തുന്നവരുണ്ട്, അടിച്ചമർത്തപ്പെടുന്നവരുണ്ട്. അടിച്ചമർത്തുന്നവരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. അധികാരം ഇൻവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്നവർ അധികാരത്തിൽ വരണം. അവർക്ക് മേൽക്കൈ ഉണ്ടാവണം എന്നുള്ളതാണ് സാമൂഹ്യ നീതി സൈലൻ്റ് ആയിട്ട് പറയുന്ന രണ്ടാമത്തെ വേറൊരു ഫീച്ചർ. അതിൻ്റെ ഒരു ഫീച്ചർ
ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല, അടിച്ചമർത്തുന്നവർക്കും അടിച്ചമർത്തപ്പെടുന്നവർക്കും ഒരേ അധികാരം എന്നുള്ളതല്ല, മറിച്ച് തിരിച്ചു വരണം. അമർത്തപ്പെടുന്നവർ കൂടുതൽ അധികാരം നേടണം എന്നുള്ള രീതിയിൽ വരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരത് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഇൻജസ്റ്റിസ് വന്നത് കാരണം അതിന് ഒരു കറക്റ്റീവ് ആക്ഷൻ, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു കറക്റ്റീവ് ആക്ഷനാണ്. കറക്റ്റീവ് ആക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻവേർട്ട് ചെയ്ത് വന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞത്. ഇതാണ് ഈ സാമൂഹ്യ നീതിയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ്. ഇതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സാമൂഹ്യ നീതി എന്നൊക്കെ ഉള്ളത് ഒരു ഇടതുപക്ഷ ഐഡിയോളജിയാണ്. അതിൽ തർക്കമില്ല. അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരും എതിർത്ത് പറയുന്നവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ്. ഇത് ഇടതുപക്ഷ ഐഡിയോളജിയാണ്. ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻസ് മാർക്സിസത്തിൽ നിന്നൊക്കെയാണ് ഇത് ഇവോൾവ് ചെയ്ത് വരുന്നത്. നമ്മൾ അതിൻ്റെ ചരിത്രത്തിലോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല, കാരണം നമുക്ക് എല്ലാം ഇത് വളരെ വലിയ ടോപ്പിക് ആയത് കാരണം നമുക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇതിൻ്റെയൊക്കെ മുന്നോടിയായിരുന്ന, സാമൂഹ്യ നീതിയുടെ ഒക്കെ മുന്നോടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. തൊഴിലാളി വിഭാഗം ബൂർഷ്വാസികളെ മുകളിൽ അധികാരം, അവർ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്ത് ബൂർഷ്വകളെ എന്ത് ചെയ്യണം, അവരെ കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റോയിലെ 2ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ് ഇത് അവർ കൂടുതൽ അധികാരത്തിൽ വരും. അതുകൊണ്ടാണ് അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗം ഇവിടെ അധികാരത്തിൽ വരണം. ഇപ്പോൾ കേരളത്തിലായാലും എവിടെയാണെങ്കിലും ഇവർ ഇൻസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു കാര്യത്തിലാണ്, അതായത് കൂടുതൽ അധികാരം നേടുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതുകൊണ്ട് പ്രശ്നം സോൾവ് ആവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ അധികാരത്തിൽ വന്നത് കാരണം ഇൻ ദ ലോങ് ടേം കൂടുതൽ ആൾക്കാർ കൂടുതൽ ദുരിതത്തിലായതല്ലാതെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കാരണം ആ ഒരു പ്രശ്നം സോൾവ് ആവുന്നില്ല. കൂടുതൽ അധികാരം കേന്ദ്രീകരിച്ച് അല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കൂടുതൽ പവർ അധികമായിട്ട് മറ്റവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പം സമൂഹം പിന്നെയും പിന്നോട്ട് പോവുക ചെയ്തത്. എന്ന് വെച്ചുകൊണ്ട് ബൂർഷ്വകൾ നന്നായിട്ട് ജീവിച്ചു അല്ലെങ്കിൽ നല്ലതായിട്ട് ചെയ്തുകൊണ്ട് സമൂഹം നന്നായിരുന്നു എന്നുള്ള ഒരു ആശയമല്ല ഞാൻ പറയുന്നത്. ഇവർ കയറി കഴിഞ്ഞിട്ടും ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പവർ ഇൻവേർഷൻ്റെ വേറൊരു അപകടങ്ങൾ, അതിപ്പം നമ്മുടെ കേരളത്തിലോട്ടൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, അത്ര പ്രൊമനൻ്റ് ആയിട്ടില്ല. പക്ഷേ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LGBTQ അജണ്ട അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി ഈ സോഷ്യൽ ജസ്റ്റിസിൻ്റെ പേരിൽ വരുന്നുണ്ട്. അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിവാഹം എന്നുള്ളത് പുരുഷനും സ്ത്രീ എന്നുള്ള രീതിയിൽ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കുടുംബത്തിനൊരു പിതാവും മാതാവും വേണം എന്നൊന്നും പറയുന്നത് കറക്റ്റ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ആശയത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ തെറ്റെന്നുള്ളതല്ല, ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത് പാപമാണ്, ട്രാൻസ്ജെൻഡർ ഐഡിയോളജി എന്നുള്ളത് പാപമാണ് എന്നുള്ള ഒരു വാദം നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ അധികാരം ഇൻവേർട്ട് ചെയ്തിട്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആൾക്കെതിരെ കേസ് എടുക്കുക, ഹെയ്റ്റ് സ്പീച്ച്, വിദ്വേഷ പ്രസംഗത്തിനെതിരെ കേസെടുക്കുക, അവരുടെ ജോലി കളയാൻ നോക്കുക, ലൈസൻസ് ഇല്ലാതാക്കാൻ നോക്കുക, അതായത് അവരെ ടാർഗറ്റ് ചെയ്യുക, ഒരിക്കലും അതിനെ ടോളറേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഫ്ലിപ്പ് ചെയ്ത് കൂടുതൽ അധികാരം ചെലുത്തുക എന്നുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ വേറെ ഒരു ഫീച്ചറായിട്ട് വരുന്നത്. അതായത് ഈക്വൽ പ്രയോറിറ്റി അല്ല, റാദർ മോർ പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ LGBTQ കപ്പിളിനും സാധാ കപ്പിളിനും ഒരേ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം. എവിഡൻസ് ബേസ്ഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കൊച്ചിന് ആവശ്യം മാതാവിനെ പിതാവിനെ രണ്ടുപേരെയും ആവശ്യമുണ്ട്. പക്ഷേ ഗേ കമ്മ്യൂണിറ്റിക്ക് അത് നൽകാൻ സാധിക്കത്തില്ല. എങ്കിൽ പോലും അവർ പറയുന്നത് ഈക്വൽ പ്രയോറിറ്റി കൊടുക്കണം, അഡോപ്ഷനിൽ കൊടുക്കണം എന്നുള്ള ഒരു രീതിയാണ് പറയുന്നത്. അപ്പോൾ 3 ഫീച്ചേഴ്സാണ് ഈ സോഷ്യൽ ജസ്റ്റിസിനെ നമ്മൾ കണ്ടത്. ഒന്ന്, വ്യക്തികളെ അല്ല കാണുന്നത്, മറിച്ച് അവരെ പല ഗ്രൂപ്പുകളിലാക്കിയിട്ട് അതിൽ അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരും എന്നുള്ള ഗ്രൂപ്പിൽ ആ ഒരു ലെൻസിലൂടെയാണ് സോഷ്യൽ ജസ്റ്റിസ് കാണുന്നത്. 2, കൂടുതൽ അധികാരങ്ങളും പണിഷ്മെൻറ്റിൽ കൂടുതൽ ഇളവും ഈ അടിച്ചമർത്തപ്പെടുന്ന ഗ്രൂപ്പുകൾക്ക് നൽകണം എന്നുള്ളൊരു വാദമുണ്ട്. 3ാമതായിട്ട് പവർ ഇൻവേർട്ട് ചെയ്തിട്ട് അടിച്ചമർത്തപ്പെടുന്നവർ അധികാരത്തിൽ അവർക്ക് കൂടുതൽ അധികാരം ലഭിക്കണം എന്നുള്ളൊരു ആശയം ഇതിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനോട് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതിയോട് എന്തുകൊണ്ട് നമ്മൾ പ്രതികരിക്കണം എന്നുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. അപ്പം സാമൂഹ്യ നീതി എന്നുള്ള ഈ ഒരു ആശയം അതിൽ ഒത്തിരി ഒത്തിരി വശങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിൽ പല കാര്യങ്ങളും സാമൂഹ്യ നീതി പറയുന്ന അനീതി എന്ന് പറയുന്ന പല കാര്യങ്ങളും ആക്ച്വലി അത് അനീതി തന്നെയാണ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭരണ വ്യവസ്ഥയാണെങ്കിലും സിസ്റ്റം ആണെങ്കിലും അതിലൊക്കെ
കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്. അത് കാരണം അവരാ പറയുന്നതിൽ കുറേ കാര്യങ്ങൾ ശരി തന്നെയാണ്. അതിനോടൊക്കെ നമുക്ക് അതിനൊന്നും കൺഫ്രണ്ട് ചെയ്യേണ്ട കാര്യമല്ല. പകരം അതൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്നുള്ളത് അംഗീകരിക്കുകയും വേണം. നമ്മൾ ബിബ്ലിക്കലി എന്താണോ അത് ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. നമ്മുടെ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ അവരുടെ ജാതിയുടെ ബേസിലും മതത്തിൻ്റെ ബേസിലൊക്കെ അവരെ അബ്യൂസ് ചെയ്യുകയും സിസ്റ്റം വഴി അവരെ ടോർച്ചർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വസ്തുതകളാണ്. അപ്പോൾ അതിലൊന്നും യാതൊരു തർക്കമില്ല. പക്ഷേ സാമൂഹിക നീതി എന്നുള്ള ഈ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഇതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അൺബിബ്ലിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത്. ആ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി സാമൂഹിക നീതിക്ക് വേണ്ടി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ സാമൂഹിക നീതിയിലൂടെ പാപം അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളെ നോർമലൈസ് ചെയ്യുക അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ കോമൺ ആക്കുക. അത് തെറ്റല്ല അല്ലെങ്കിൽ പാപമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അറ്റംപ്റ്റ് സാമൂഹ്യ നീതി എന്നുള്ള ഈ ഇതിൻ്റെ മറവിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ കേസുകളും അല്ല, ചിലത് ജെനുവിനാണ്. പക്ഷേ ചില കേസുകൾ അങ്ങനെയുണ്ട്. രണ്ട് എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ, ഒന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ തന്നെ അബോർഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട്. അതുപോലെ തന്നെ LGBTQ അജണ്ട ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അൺഎത്തിക്കലാണ് അല്ലെങ്കിൽ അത് പാപമാണ്. അത് വളരെ കോമൺ ആണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു അറ്റംപ്റ്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. പാശ്ചാത്യ രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അബോർഷൻ എന്നുള്ളത് അവിടെ ലീഗലാണ്. അതൊരു തെറ്റാണ്, അതൊരു സിന്നാന്ന് പോലും അവിടെ തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചെയ്യണതിന് മുമ്പ് അയ്യോ എൻ്റെ കുഞ്ഞ് എന്നുള്ള ഒരു ചിന്തയെങ്കിലും ആൾക്കാരുടെ മനസ്സിലെങ്കിലും വരും. അവരും കുറേ പേര് ഒരു സ്ട്രഗിളോട് കൂടി തന്നെയാണ് ഈ അബോർഷൻ എന്നുള്ള ഒരു കാര്യത്തിലോട്ടൊക്കെ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അതിപ്പോൾ കോമൺ ആയി കഴിഞ്ഞു. അവർക്ക് ആ ഒരു ഹൃദയത്തിൽ ആ ഒരു ഭാരമോ കുത്തോ അങ്ങനത്തെ യാതൊരു രീതിയും വരുന്നില്ല. റീസെൻ്റ് തന്നെ കേരള ഹൈക്കോർട്ടിൽ 2022 ഒരു വിധി ഉണ്ടായി. അതായത് മൈനർ ആയിട്ടുള്ള 2 പേര്, സഹോദരനും സഹോദരിയും മൈനറാണ് 2 പേരും. അതിൽ സഹോദരി ഗർഭിണിയായി. ആ കൊച്ചിനെ കുഞ്ഞല്ല, കൊച്ചെന്ന് വിളിക്കാം, കാരണം മൈനറാണ്. ആ കൊച്ചിനെ 30ാമത്തെ ആഴ്ചയിൽ അബോർട്ട് ചെയ്യാൻ വേണ്ടി കോടതി അനുവാദം കൊടുത്തു. അതേസമയം സിമിലറായിട്ട് 2023 ഒരു കേസിൽ അനുവാദം കൊടുത്തില്ല. അത് 33 ആഴ്ചയായിരുന്നു. പക്ഷേ ഇതും കോടതിയിലാണെങ്കിൽ പോലും ഇത് ഗ്രേ ഏരിയ ആണ്. ഇതിന് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു രീതി വിധിക്കുന്ന കാര്യങ്ങളുമില്ല. പക്ഷേ എപ്പോഴൊക്കെ ഇങ്ങനത്തെ വിധികളോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫേസ്ബുക്കോ ട്വിറ്ററോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് പോഡ്കാസ്റ്റുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ സാമൂഹ്യ നീതിയുടെ മറവിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്കാണ് അല്ലെങ്കിൽ ആ അമ്മയ്ക്കാണ് ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, അല്ലാതെ കോടതിയല്ല അല്ലെങ്കിൽ ഡോക്ടറല്ല അത് തീരുമാനിക്കേണ്ടത്, അതിൻ്റെ ഭർത്താവല്ല തീരുമാനിക്കേണ്ടത്, അമ്മയാണ് അബോർഷൻ എന്നുള്ള കേസിൽ എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം LGBTQ അജണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സെക്ഷുവൽ ഫ്രീഡം എന്ന് പറഞ്ഞൊരു ആശയം വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, പണ്ട് 2014 13 ഞാൻ കൃത്യം ഓർക്കുന്നില്ല, കിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മറൈൻ ഡ്രൈവിൽ ഒരു വലിയൊരു മൂവ്മെൻറ്റ് നടത്തി. പരസ്യമായിട്ട് നമ്മൾ നമ്മുടെ അമ്മയെ ചുംബിക്കുന്ന പോലെയോ അല്ലെങ്കിൽ സഹോദരിയെ ചുംബിക്കുന്ന പോലെയല്ല, പരസ്യമായിട്ട് തന്നെ ചുംബനം എന്നുള്ള ചുംബന സമരം, അതന്നെ ചുംബന സമരം എന്നുള്ള സംഭവം നമ്മൾ അവിടെ കണ്ടു. അതുപോലെ തന്നെ രഹന ഫാത്തിമ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ കേസ് റീസെൻ്റ്ലി കോടതി രഹന ഫാത്തിമയെ വെറുതെ വിട്ടു. സ്വന്തം കൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് നഗ്നയായിട്ട് ആ സ്ത്രീ തൻ്റെ ബോഡിയെ പെയിൻ്റ് അടിച്ചു, ബോഡി ഓട്ടോണമി. അപ്പോൾ ഇവിടെ ഇതൊക്കെ ക്ലിയർ ആയിട്ട് അൺഎത്തിക്കലാന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബിബ്ലിക്കൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാപത്തെ നോർമലാക്കുക. നമ്മൾ പാപം എന്ന് പറയുന്ന പല കാര്യങ്ങളെ നോർമലാക്കുക, അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും അൺഎത്തിക്കലല്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നോർമലൈസ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ്ഫുൾ അറ്റംപ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം ചുംബന സമരം ആണെങ്കിൽ അതൊരു ഭയങ്കര ബോൾഡായിട്ട് പബ്ലിസിറ്റി കൊടുത്ത് നടത്തിയ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ LGBTQ അജണ്ടകൾ, ഈ അബോർഷനെ കുറിച്ചൊക്കെ പുറം രാജ്യങ്ങളിൽ പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ അവർ പഠിക്കുന്ന സിലബസുകളിൽ വന്നു കഴിഞ്ഞു. നമ്മുടെ കേരള സർക്കാരും എല്ലാ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ
ചില കാര്യങ്ങൾ പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പാപത്തെ നോർമലൈസ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇതിനോട് റെസ്പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്ന പോലെ തന്നെ ഈ പാപം എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്യും എന്നുള്ളത്. നമ്മൾ ഒരു പാപത്തെ പാപമല്ലാന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെരുകാൻ അധികം സമയമൊന്നും വേണ്ട, അത് അടുത്ത പാപത്തിലോട്ട് പോകും. നമുക്കറിയാം, ജനസിസ് നോക്കിക്കഴിഞ്ഞാൽ 6-ാം അധ്യായത്തിൽ പാവം പെരുകിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ സോദോം ഗൊമോറയുടെ ഇതെടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ സെക്ഷുവാലിറ്റി എന്നുള്ളത് മാത്രമല്ല, ഒരു സമൂഹം മുഴുവൻ വളരെ ആകാംക്ഷയോടെ ആവേശത്തോടു കൂടി 2 അപരിചിതരെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ റേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സമൂഹം മുഴുവൻ ആബാലവൃത്തം ജനങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. അപ്പം നമ്മളോട് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്, അനുതാപത്തെക്കുറിച്ച് പറയാൻ, മാനസാന്തരത്തെക്കുറിച്ച് പറയാനാണ് നമ്മളോട് പറയുന്നത്. നമുക്കൊരിക്കലും സിന്നിനെ നോർമലൈസ് ചെയ്യുന്നത് കാണുമ്പം അതിനോട് മിണ്ടാതിരിക്കുകയല്ല, മറിച്ച് അതിനോട് പ്രതികരിച്ച് മാനസാന്തരപ്പെടുന്നത് ഇത് പാവമാണ് എന്നുള്ള രീതിയിൽ പറയാനാണ് കാണുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പൻറ്റൻസ് പ്രീച്ച് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. സിന്നിനോട് നോർമലൈസ് ചെയ്യുന്ന ഒരു രീതിയോട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമതായിട്ട് ഈ സോഷ്യൽ ജസ്റ്റിസിൻ്റെ മറവിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അത് അൾട്ടിമേറ്റ്ലി സുവിശേഷത്തെ തിരസ്കരിക്കുന്ന ഒരു ആശയം അതിലൂടെ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചിന്തിച്ചതുപോലെ സോഷ്യൽ ജസ്റ്റിസ് വ്യക്തികളെയല്ല കാണുന്നത്, മറിച്ച് ഗ്രൂപ്പുകളെ കണ്ടിട്ട് അതിൽ അടിച്ചമർത്തപ്പെട്ട ഗ്രൂപ്പിനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അധികാരം ഇൻവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്നത് ഓക്കെ, സോഷ്യൽ ഇൻജസ്റ്റിസ് ആയിരുന്നു, അധികാരം ഇൻവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ സോഷ്യൽ നീതി, സാമൂഹിക നീതി അവിടെ നടപ്പാവും എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഫിക്സ് ആവും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവരൊരിക്കലും ഈ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ആദ്യമേ ഉണ്ടായെന്നുള്ളതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇവർ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ വചനം നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്, ബൈബിൾ നമ്മുടെ അടുത്ത് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഈ പാപ സ്വഭാവം എന്നുള്ള ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ബൈബിൾ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പാപ സ്വഭാവത്തെ അഡ്രസ്സ് ചെയ്യാതെ ഈ അടിച്ചമർത്തപ്പെട്ട ഗ്രൂപ്പിനെയാണ് ഇവർ അധികാരത്തിൽ കൊണ്ടുവന്ന് സൊല്യൂഷനായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്, സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹിക നീതി. അതൊരിക്കലും സമൂഹത്തിൻ്റെ നന്മയ്ക്കാവില്ല. കാരണം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ആ കോറിലെ പ്രോബ്ലമാണ്, ആ മെയിൻ പ്രോബ്ലമാണ്, പാപ സ്വഭാവത്തെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ അവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, അവിടുത്തെ അടിസ്ഥാന തൊഴിലാളി വിഭാഗത്തിൻ്റെ മെയിൻ നേതാവാണ് അവിടുത്തെ രാജ്യം ഭരിക്കാനായിട്ട് വരുന്നത്. അവരത് ഭരിച്ചു കഴിയുമ്പോഴത്തേക്ക് അൾട്ടിമേറ്റ്ലി ഏകാധിപതികളായിട്ട് പോവുകയും ആൾക്കാർ കൂടുതൽ സഫർ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നതിൻ്റെ റീസൺ അതാ. കാരണം അവർ പവർ ഇൻവേർട്ട് ചെയ്തു, പക്ഷെ അവർ എന്താ മനുഷ്യൻ്റെ പാപ സ്വഭാവത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പം നമുക്കറിയാം, ഈ പാപ സ്വഭാവമാണ് എല്ലാ പ്രശ്നത്തിൻ്റെ കോറിലുള്ളത് നമുക്കറിയാം. മനുഷ്യർ പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈ ഒരു വസ്തുത അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാമൂഹ്യ നീതിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും അല്ല, അതിലും കുറേ ആൾക്കാരാണെങ്കിൽ പോലും അവർക്കത് അംഗീകരിക്കാൻ, അവർക്ക് ആ കാര്യം അറിയാം എങ്കിൽ പോലും അവർക്കത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ബൈബിൾ വളരെ ക്ലിയർ ആണ്. റോമാലേഖനം 3:10 നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് പറയുന്നത്. 3:23 ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ തേജസ്സില്ലാത്തവരായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിലാണെങ്കിൽ സഭാപ്രസംഗിയിൽ 7:10 പറയുന്നു, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. ദൈവവചനം വളരെ ക്ലിയർ ആണ് ഈ കാര്യത്തിൽ. നമ്മൾ ഈ കാര്യം അവരോട് പറഞ്ഞാൽ അവരുടെ ഉള്ളിലും അവർക്കറിയാം മനുഷ്യന് ഈ പാപ സ്വഭാവം ഉണ്ട്, അത് കാരണം അവരുടെ സൊല്യൂഷൻ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിൽ വരുമെങ്കിൽ പോലും ഇത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അപ്പം പാപ സ്വഭാവത്തെ റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറുവശം എന്ന് പറയുന്ന പരിശുദ്ധനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ റിജക്റ്റ് ചെയ്യുന്നത്. കാരണം പരിശുദ്ധനായിരിക്കുന്ന ഒരു ദൈവമില്ലെങ്കിൽ പാപമില്ല. ദൈവം ഉണ്ട്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്, മോറൽ ഗ്രൗണ്ടിങ് ദൈവത്തിൽ, പരിശുദ്ധനായിരിക്കുന്ന ഈ ദൈവത്തിലാണ് മോറൽ ഗ്രൗണ്ടിങ് വരുന്നതുകൊണ്ടാണ് ഈ പാപം ഉള്ളത്. പക്ഷെ അവർ ഈ പാപ സ്വഭാവത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം, അതിന് മറുവശം എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല. അവരുടേതായ ഫ്രെയിം വർക്ക്, അവരുടേതായ മൊറാലിറ്റിയിൽ നിൽക്കുന്നതാണ്. റോമാലേഖനം അത് വളരെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. റോമാലേഖനം 10:3 പറയുന്നത്, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പോൾ ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല.
ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് പോലും ഇത് ഈ സോഷ്യൽ ജസ്റ്റിസ് പറയുന്ന ആൾക്കാരുടെ കേസിലും വളരെ ആപ്ലിക്കബിൾ ആണ്. സ്വന്തം നീതി എന്നുള്ളത് കാണുന്നത്, ദൈവനീതി വേഴ്സസ് സ്വന്തം നീതി എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നു. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നതും മിക്ക കേസുകളിലും സ്വന്തം നീതിയാണ്. അവരവർ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അത് സ്ഥാപിക്കുവാൻ വേണ്ടി ആണ് അവരുടെ ഈ വർക്കുകളും അവർ ഈ ചെയ്യുന്നതെല്ലാം. അപ്പം അൾട്ടിമേറ്റ്ലി പാപ സ്വഭാവത്തെ അംഗീകരിക്കുന്നില്ല, റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ, ദൈവത്തെ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം കർത്താവായ യേശുക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്യുന്നതിന് തുല്യ. കാരണം യേശുക്രിസ്തുവിന് ക്രൂശ് മരണത്തെ പിന്നെ ആവശ്യമില്ല. പാപ സ്വഭാവത്തെ അതിനെ അഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ക്രൂശ് മരണത്തിന് അല്ലെങ്കിൽ ക്രൂശിന് പ്രസക്തി വരുന്നുള്ളൂ. അതിനെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ആശയം ഈ രീതിയിൽ ആണ് വരുന്നത്. എല്ലാവരും ഈ രീതിയിലാണെന്നുള്ളതല്ല, പക്ഷെ ഈ രീതിയിൽ വരുന്ന ഈ ഒരു ആശയം സമൂഹത്തിനല്ല, മാനവരാശിക്ക് തന്നെ ഏറ്റവും വലിയ ഡേഞ്ചറാണ്. ഗോസ്പലിനെ റിജക്റ്റ് ചെയ്യുക, സുവിശേഷത്തെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ അതിനോട് പ്രതികരിച്ചേ മതിയാവും. ഇനി അടുത്തായിട്ട് ഈ തെറ്റായ ആശയങ്ങൾ വന്നു കഴിയുമ്പം നമ്മളെ തന്നെ എങ്ങനെ നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് വേഗം ചിന്തിക്കാം. അതായത് ഈ സാമൂഹ്യ നീതിയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ അനീതി കാര്യങ്ങളൊക്കെ അവർ പ്രസൻറ്റ് ചെയ്യുമ്പം ചില കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അതിനോട് അലൈൻ ചെയ്യുവാൻ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ഒക്കെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും. അത് ആ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നത്, ആ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യണം, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അതിലൊന്നും യാതൊരു തർക്കവും അതൊന്നും ഡിബേറ്റബിളേ അല്ല. അത് ബൈബിൾ നമ്മുടെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലെ തെറ്റിനെ അഫേം ചെയ്യുന്ന അല്ലെങ്കിൽ ആ തെറ്റിനെ അംഗീകരിക്കുന്ന, പാപത്തെ അംഗീകരിക്കുന്ന ഒരു രീതി വരുമ്പം നമ്മുടെ അതൊരിക്കലും ചെയ്യരുത്. അത് ചെയ്യരുതെന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അത് ആ ഒരു ഫീലിംഗ് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ഭാരം വരും. നമ്മളെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം, നമ്മുടെ ഫീലിങ്ങിലകപ്പെട്ട് അതിനോട് പ്രതികരിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ബൗണ്ടറി ഉണ്ട്. ഇപ്പോൾ LGBT കേസിലാണെങ്കിൽ അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുകയും അവർ പറയുന്ന തെറ്റായ ആശയങ്ങൾ, പാപത്തെ അംഗീകരിക്കുകയും ചെയ്യുക. ആ ഒരു ലൈറ്റ് ഒരു ചെറിയ ബൗണ്ടറിയാണ് അവിടെ ഉള്ളത്. അത് അപ്പം നമ്മുടെ ഉള്ളിൽ ഈ വളരെ ഒരു സംഘർഷം ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിൽ പല കേസുകളിൽ വരും. നമ്മുടെ കൂട്ടുകാർ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പം ആ ഒരു സംഘർഷം വരും. നമ്മുടെ കൂട്ടുകാർ അതിൽ അവർ വളരെ വികാരഭരിതമായി സംസാരിക്കുമ്പോൾ ഈ ഒരു സംഘർഷം നമ്മുടെ ഉള്ളിൽ വരും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിൾ എന്ത് പറയുന്നു അതാണ് അതോറിറ്റി. ദൈവത്തിൻ്റെ വചനമാണ് ഫൈനൽ അതോറിറ്റി എന്നുള്ള ഒരു കാര്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. 2 പത്രോസ് 1 നമ്മൾ 18 തൊട്ട് അല്ലെങ്കിൽ 19 തൊട്ട് 21 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, 19 ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് എന്നുള്ളൊരു ഇത് കാണുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റിലോട്ട് 21 അതിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത്, മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്ര എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചക വാക്യം ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ക്രിപ്ചർ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ ഒരു ട്രാൻസ്ലേഷൻ സ്ക്രിപ്ചർ എന്നാണ്. അതായത് ദൈവവചനം അധിക സ്ഥിരമായിട്ടുണ്ട്. പത്രോസ് അപ്പോസ്തലൻ ആ ഒരു കാര്യം പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുമ്പ് പറയുന്നത് പത്രോസ് അപ്പോസ്തലൻ്റെ എക്സ്പീരിയൻസുകളെയും കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കർത്താവിനെ തന്നെ കണ്ട ആ എക്സ്പീരിയൻസിൽ തെറ്റുണ്ടെന്നുള്ള കാര്യമല്ല പറഞ്ഞത്. പക്ഷേ ആ എക്സ്പീരിയൻസ് കഴിഞ്ഞും അതോറിറ്റി ദൈവവചനത്തിനാണ് അല്ലെങ്കിൽ സ്ക്രിപ്ചറിനാന്നുള്ള ഒരു കാര്യമാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിയോഗത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവവചനത്തിന് ആണ് ആ ഒരു അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം പത്രോസ് അവിടെ പറയുന്ന തൻ്റെ എക്സ്പീരിയൻസുകളോ ഫീലിങ്സിൻ്റെ കാര്യമല്ല. ഇതേ കാര്യം നമുക്ക് ആപ്ലിക്കബിളാണ്. നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും നമുക്ക് വരും. കാരണം അതിൽ ചിലപ്പോൾ കുറച്ച് ശരിയുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും അത് വരുന്നത്, അല്ലെങ്കിൽ അനുകമ്പ കാണിക്കണം എന്നുള്ള ആ ഒരു പ്രേരണ കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഫീലിങ്സ് ഇമോഷൻസ് വരുന്നത്. പക്ഷേ അത് എപ്പോഴും ദൈവവചനത്തിന് കീഴ്പ്പെട്ട് നിർത്തിക്കൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ ഈ ഒരു ഐഡിയോളജിയിൽ തെറ്റിപ്പോവാതെ നമ്മളെ തന്നെ ഗാർഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്, നമ്മൾ ഏത് കാര്യത്തെയും
വിലയിരുത്തുന്നവരായിട്ട് മാറണം എന്നുള്ളതാണ് വചനം നമ്മളോട് പറയുന്നത്. നമ്മൾ വ്യക്തമായി കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വചന സത്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ വിവേചിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ 1:9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് പറയുന്നത്, നിങ്ങളോ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം. ഇതാണ് പൗലോസിന്റെ പ്രാർത്ഥന. അപ്പം നമ്മുടെ കോണ്ടെക്സ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം. ബൈബിൾ സത്യങ്ങളിൽ അത് വന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാക്കണം, അതിൽ ഇമ്പ്രൂവ് ചെയ്ത് വരണം എന്നുള്ളത് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 2:15 പറയുന്നു, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. അതായത് നമ്മൾ വിവേചന ബുദ്ധി നമുക്കുണ്ടാവണം. പ്രോപ്പറായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി അനലൈസ് ചെയ്യാനുള്ള ആ ഒരു ജ്ഞാനം നമ്മൾ നേടിയെടുക്കണം. അത് ദൈവവചനത്തിൽ ആഴമായി നമ്മൾ പഠിക്കുക, അത് ആസ്വദിച്ച് പഠിക്കുകയും അതിൻ്റെ പരമാധികാരം അംഗീകരിച്ച് അത് പഠിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ നീ സംസാരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൽ വളരുവാൻ സാധിക്കുന്നതും കൂടുതലായിട്ട് കാര്യങ്ങളെ വ്യക്തമായിട്ട് വിവേചിക്കുവാനും അതിൻ്റെ ഒളിഞ്ഞു കിടക്കുന്ന അപകടങ്ങളെ കാണുവാനും ബൈബിളിലെ സത്യങ്ങളുമായിട്ട് അതിനെ തട്ടിച്ച് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നു. അപ്പം അത് നമ്മുടെ കടമയാണ്. എല്ലാ കാര്യങ്ങളും ആ വ്യക്തികളോട് നമ്മൾ ഹാർഷായിട്ട് പെരുമാറണം എന്നുള്ള രീതിയിലല്ല പറയണേ. നമുക്ക് ആ ഒരു ഫീലിങ്സും കാര്യങ്ങളും വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കുക, തെറ്റിലോട്ട് വീഴാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫീലിങ്സിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കാര്യത്തെ വിവേചിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സിനെ നമുക്ക് നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ സാധിക്കും, കറക്റ്റായിട്ട് നിർത്തുവാൻ സാധിക്കും. ദൈവവചനത്തിനാണ് പരമാധികാരം. നമ്മുടെ ഇമോഷൻസിനും ഫീലിങ്സിനും മുകളിലാണ് ദൈവവചനത്തിലെ സത്യങ്ങൾ. അവസാനമായിട്ട് തെറ്റായ ആശയങ്ങളുമായിട്ട് ഈ സാമൂഹ്യനീതിയുടെ മറവിൽ തെറ്റായ ആശയങ്ങൾ വരുമ്പം അവരോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ എൻഗേജ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ നീതിയുടെ ഈ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം വളരെ ബുദ്ധിമാന്മാരായ ബുദ്ധിരാക്ഷസന്മാരെന്ന് പറയുന്ന രീതിയിലുള്ള ആൾക്കാരും അവരുടെ ആശയങ്ങളിലുമാണ് ഇതിൻ്റെ അടിസ്ഥാനം നിൽക്കുന്നത്. പണ്ടത്തെ ഫിലോസഫേഴ്സായ ഹെയ്ഗലുണ്ട്, മാർക്സ് ഉണ്ട്, ഗ്രാംസി ഉണ്ട്, അതുപോലെ തന്നെ പുതിയ ഇപ്പം നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിൽ സിസക് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫർ ഉണ്ട്, ചോംസ്കി ഉണ്ട്. അപ്പം ഇതുപോലുള്ള ബുദ്ധിരാക്ഷസന്മാരാണ് ഇവരുടെ അടിസ്ഥാനത്തിലുള്ളത്, ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ തത്വങ്ങളും കൊണ്ട് നമ്മുടെ ആശയങ്ങൾ കൊണ്ടൊന്നും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സാമൂഹ്യ നീതിയിലെ ഈ തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അല്ല ഡിബേറ്റ് ചെയ്യുമ്പം ഒരിക്കലും നമ്മുടെ തത്വങ്ങളും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല. ജയിക്കുക എന്നുള്ളതല്ല, അവരെ ഒരിക്കലും കൺവിൻസ് ചെയ്യിക്കാനോ അവരെ നമുക്ക് ചിന്തിപ്പിക്കാനോ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമുണ്ട്, ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്ന ദൈവവചനം നമ്മുടെ കയ്യിലുണ്ട്. ഇതും കൊണ്ടാണ് നമ്മൾ ഇവരെ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആശയങ്ങളെ നേരിടേണ്ടത് ദൈവവചനത്തിലൂടെ നേരിടുക എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 4:12-13 വാക്യങ്ങൾ. 12 പറയുന്ന ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായ ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. അതായത് ആ മൂർച്ച കൊണ്ട് നമ്മളെ പെനിട്രേറ്റ് ചെയ്യുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു പവറുള്ള ഒരു കാര്യമാണ് ദൈവവചനം എന്നുള്ളത് നമുക്ക് ആ വാക്യത്തിൽ നിന്നും കാണാൻ സാധിക്കും. പ്രാണനെയും ആത്മാവിനെയും സദ്യമാറ്റങ്ങളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നമ്മളെ ഫുള്ളി പെനിട്രേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവവചനം. നമ്മുടെ ഫിലോസഫികൾ കൊണ്ട് സാധിക്കത്തില്ല, ദൈവവചനം കൊണ്ടേ അത് സാധിക്കുള്ളൂ എന്നുള്ള. 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നു, 12 ദൈവവചനം പറയുന്നു, 13 ദൈവത്തെക്കുറിച്ച് പറയുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് നമ്മൾ 13 വായിക്കുന്നത്. അപ്പൊ ദൈവവചനത്തെ ഒപ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തെ ഒപ്പോസ് ചെയ്യുന്നതിന് തുല്യമാണ്, ദൈവവചനത്തോട്. അപ്പം നമ്മൾ ഈ പറയുന്ന ആശയങ്ങളുടെ മുമ്പിലോട്ട് ദൈവവചനത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മല്ല് പിടിക്കാൻ പോകുന്നത് ദൈവത്തോടാണ് അവർ മല്ല് പിടിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, യോഹന്നാൻ 17:17 പറയുന്നുണ്ട്, നിന്റെ വചനം സത്യമാകുന്നു. അവർ മല്ല് പിടിക്കാൻ പോകുന്നത് സത്യത്തോടാണ്. അപ്പോൾ ഒരിക്കലും അവർക്ക് ദൈവവചനത്തെ ജയിക്കുവാൻ, അവരുടെ തത്വം കൊണ്ട് ജയിക്കുവാൻ സാധിക്കത്തില്ല. നമ്മുടെ തത്വം കൊണ്ട് അവരെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ
അവരുടെ തത്വങ്ങൾക്ക് ദൈവവചനത്തെ ജയിക്കുവാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ സെക്യുലർ ആയിട്ടുള്ള ഒരു ഒരു എൻവയോൺമെന്റിൽ, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളായിക്കോട്ടെ, നമ്മുടെ ഹോസ്റ്റലിലായിക്കോട്ടെ, നമ്മുടെ ജോലി മേഖലയായിക്കോട്ടെ, ഇവിടെയൊന്നും ഒരിക്കലും നമുക്ക് നമുക്ക് ആദ്യം നമ്മുടെ ദൈവവചനം ഇങ്ങനെ പ്രൗഡായിട്ട് പറയാനുള്ള ഒരു ഒരു വിമുഖത നമുക്ക് ഉണ്ട്. നമുക്കൊന്നും, ഞാൻ ജനറലി പറയുന്നില്ല, എനിക്കുണ്ട്. ഞാൻ ഇപ്പോഴും വേണ്ടുവല്ലോ അത് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ, ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ റിസൾട്ടുകൾ ഞാൻ കാണുന്നുണ്ട്. ദൈവവചനം ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ളതിൽ നമുക്ക് ഒരു ഒരു തർക്കം അവിടെ വേണ്ട. നമ്മൾ ജസ്റ്റ് തേർഡ് പാർട്ടി, നമ്മുടെ ആശയങ്ങളും നമ്മുടെ ചിന്തകളും തേർഡ് പാർട്ടി ആയിട്ട് മാറി ഇത് ഒബ്സർവ് ചെയ്താൽ മതി. ദൈവവചനം പറയുക, അവരതിനെ ഡിബേറ്റ് ചെയ്യുക, അതിനോട് മല്ല് പിടിക്കട്ടെ. ഇനി ഈ ദൈവവചനത്തിന്റെ പവർ നമ്മൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ദൈവവചനം പറഞ്ഞു കഴിയുമ്പോൾ, ഒന്നാമത് ഇവർക്ക് വചനത്തിൽ വലിയ ഗ്രാഹ്യമില്ല. ഈ ഇതിന്റെ തെറ്റായ ആശയങ്ങൾ കൊണ്ട്, സാമൂഹ്യനീതി കൊണ്ട് മറവിൽ തെറ്റായ ആശയം പ്രചരിപ്പിക്കുന്നവർക്ക് ദൈവവചനത്തെ കുറിച്ച് വ്യക്തമായ ഗ്രാഹ്യമില്ല. അപ്പം ദൈവവചന സത്യങ്ങളെ അവരുടെ മുമ്പിൽ നമ്മൾ എക്സ്പോസ് ചെയ്ത് കൊടുക്കുമ്പോൾ, അത് കാണിച്ചു കൊടുക്കുമ്പോൾ, എന്താ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വണ്ടടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ, ഓ, ബൈബിൾ ഇത്ര ക്ലിയർ ആയിട്ട് ഇത് പറയുന്നുണ്ട്, അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴഞ്ചൻ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്ന കുറെ ആശയങ്ങളാണ്. പക്ഷെ അപ്പം മാർക്സും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്ന ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ ഈ സാമൂഹ്യ നീതിയുടെ ഫ്രെയിംവർക്കുകളും കാര്യങ്ങളും പുതിയതായിട്ട് വന്ന, അത് ഇതിനേക്കാൾ സുപ്പീരിയർ ആണെന്നുള്ള ഒരു ധാരണ, മുൻവിധിയാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർ വണ്ടടിക്കുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡഗ്ലസ് മറേ എന്ന് പറഞ്ഞൊരു ഒരു നിരീശ്വരവാദിയായിരിക്കുന്ന ഒരാൾ, അയാളൊരു ഹോമോസെക്ഷലാണ്. പക്ഷെ അയാൾ ഈ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ഒരു ആശയത്തെ അയാൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിരീശ്വരവാദിയാണ്, ഹോമോസെക്ഷലാണ്. പുള്ളി പുള്ളി നമുക്ക് ഒബിയസ്ലി അറിയാം, പുള്ളി ദൈവത്തെ നിരസിക്കുന്ന ഒരാളാണ്, ദൈവവചന സത്യങ്ങളെ എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളി പറയുന്ന, ഇന്നത്തെ ഈ സോഷ്യൽ ജസ്റ്റിസ് കാരണം ഈ വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, സഭ നല്ല രീതിയിൽ ദൈവവചനം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് വേദപുസ്തകത്തിലെ ചില സത്യങ്ങളെ പുള്ളിയെ വളരെയേറെ ആകർഷിച്ചുകൊണ്ടാണ് പുള്ളി അത് പറയുന്നത്. ചർച്ച് ഇസ് നോട്ട് പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പുള്ളി പറയുന്നത്. പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല, ഇത് പഠിപ്പിച്ചിരുന്ന ഈ പ്രശ്നമില്ലെന്ന് പുള്ളി പറയുന്നത്. ഏത് നിരീശ്വരവാദിയായിരിക്കുന്ന ഒരാളാണ്. പഴയ നിയമത്തിൽ ഇതാ നമ്മൾ കാണുന്നത്. പുറപ്പാടല്ല, ആവർത്തന പുസ്തകം 4:5 നമ്മൾ 5-6 വാക്യങ്ങൾ മോശ ഇത് പറയുന്നുണ്ട് ദൈവവചനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മോശയ്ക്ക് ലഭിച്ച കൽപ്പന അവർക്ക് കൊടുത്തതിന് ശേഷം പറയുന്നത്, അവയെ പ്രമാണിച്ച് നടപ്പിൻ, ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളെയൊക്കെയും കേട്ടിട്ട്, ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ഉള്ള ജനം തന്നെ എന്ന് പറയും. അതായത് ഈ ദൈവം കൊടുത്തിരിക്കുന്ന ഈ കൽപ്പനകളെ ജാതികൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ അവർ പറയും, ഓ, ഇതിന്റെ ഡെപ്തും ഇതിന്റെ കണ്ടന്റും ഇതിന്റെ ആഴവും നോളജും വളരെ 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 ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ളവർക്ക് തന്നെ വണ്ടറടിപ്പിക്കുന്ന പവർ ഉണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ദൈവജനത്തിന്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ദൈവവചന സത്യം അവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുക. മനുഷ്യന്റെ പാപ സ്വഭാവം, മനുഷ്യൻ പെർഫെക്റ്റ് അല്ല, ഒരിക്കലും അവനെ കൊണ്ട് പെർഫെക്റ്റ് ആവാൻ സാധിക്കില്ല. അത് കാരണം അവനാണ് ഈ സ്വഭാവം കൊണ്ടാണ്, ഒരു ഗ്രൂപ്പ് കൊണ്ടല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെ ഇംപെർഫെക്ഷൻസും അവന്റെ പാപ സ്വഭാവം കൊണ്ടാണ് ഇൻജസ്റ്റിസ് വരുന്നത്. അത് കാരണം ഈ ഇൻജസ്റ്റിസിനെ അവൻ തന്നെ ഉണ്ടാക്കുന്ന സിസ്റ്റം കൊണ്ട് ഒരിക്കലും, ആ സിസ്റ്റത്തിൽ അവൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഇൻജസ്റ്റിസിനെ മാറ്റുവാൻ പറ്റത്തില്ല. ആ ഇൻജസ്റ്റിസിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് മാറ്റുക മാത്രമേ സാധിക്കുള്ളൂ. അപ്പം ഈ ഓരോ കാര്യങ്ങൾ, ദൈവവചന സത്യങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അവർ കുറെ ചിന്തിക്കും. സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നതാണ്. അവർ ദൈവത്തെ അംഗീകരിക്കണം എന്നൊന്നുമില്ല, പക്ഷെ അവർ ചിന്തിച്ചതിന് ശേഷം ചിലവർ വേണമെങ്കിൽ തിരിച്ചവർ ചോദിക്കും. അപ്പം ഇതൊരു ഇമ്പോസിബിലിറ്റി ആണെങ്കിൽ പിന്നെ വാട്ട്സ് ദ സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ എടുത്ത് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ വചന സത്യത്തിലെ സുവിശേഷം നമുക്ക് അവരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കാം. അതായത് റോമലേഖനം 8 പറയുന്നുണ്ട്, സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റിനോടിരിക്കുന്നു എന്ന് നാം അറിയുന്നത്. അവിടെ ഒരു ഞെരുക്കം കാണുന്നുണ്ട്, സർവ്വ സൃഷ്ടിയും ഞെരുങ്ങുന്നു. അതായത് ഈ ഭൂമി, ഈ ക്രിയേഷനിൽ ഒരു
സുഖമില്ലായ്മയുണ്ട്. കുറേയൊക്കെ സുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു പ്രോബ്ലം, ഒരു ഞെരുക്കം, ഒരു ഇൻജസ്റ്റിസ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് ഫെയർ എന്നുള്ള ഒരു കാര്യം ഈ സർവ്വ സൃഷ്ടിയിലുണ്ടെന്നുള്ളതാണ് ബൈബിൾ നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പം ഈറ്റുനോവോടിരിക്കുന്നു, അതായത് അവർ ഈ സർവ്വ സൃഷ്ടിയും വെയിറ്റിംഗ് ആണ്. എന്തിനാന്നുള്ളതാണ് ആ റോമാലേഖനം 8 തന്നെ പറയുന്നുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിന്, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി ഇവിടെ ഫുൾ പ്രോബ്ലങ്ങൾ സോൾവ് ആകാൻ പോകുന്നു. അറ്റ്ലീസ്റ്റ് ആ ഒരു സഭയോടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ, അല്ലെങ്കിൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് പറയുമ്പം രണ്ടാം വരവ്, കർത്താവിന്റെ രണ്ടാം വരവോടെ ഇതിനെല്ലാം, എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. ഇത് ഗോസ്പലിന്റെ ഭാഗമാണ്. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ പാപമുണ്ട്, പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവ് ക്രൂശിൽ മരിച്ചു എന്നുള്ളത് മാത്രമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടാണ് ഗോസ്പലിന്റെ ആധികാരികത. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് രണ്ടാമത് വരും, അന്ന് എല്ലാ പ്രോബ്ലം സോൾവ് ആവും എന്നുള്ളതാണ് ഗോസ്പലിന്റെ കംപ്ലീറ്റ് ഗോസ്പൽ എന്ന് പറയുന്നത്. അതിന്റെ ആ ലാസ്റ്റിൽ വരുന്ന കാര്യമാണ് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്. അപ്പോൾ കർത്താവാണോ, അപ്പോൾ അവർ ചോദിക്കും കർത്താവ് എങ്ങനെ സൊല്യൂഷൻ ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് അതിനുള്ള മറുപടി ഉണ്ട്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ആർക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കുന്നു ഉള്ളതിന് കർത്താവ് മറുപടി പറയുന്ന അതിനവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുമെന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ദൈവത്താൽ സാധ്യമാണ്. നമ്മുടെ കർത്താവ് ദൈവമാണ്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കുകയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പി ലേഖനത്തിൽ. നമ്മുടെ കർത്താവ് ആരാണ്? ഒരു മനുഷ്യനും കൂടെയാണ്. ദാസരൂപം എടുത്തു, മനുഷ്യ സദൃശത്തിലായി നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഈ കർത്താവ് ആരാ? പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആണ്. ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് വായിക്കുന്നത്. അതായത് ഒരു അനുസരണക്കേടും കാണിച്ചിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റുകുറ്റങ്ങളും ഇല്ല. അപ്പം നമ്മുടെ കർത്താവ് ദൈവമാണ്, പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആണ്. അപ്പം ഇതല്ലേ പെർഫെക്റ്റ് സൊല്യൂഷൻ? വീണുപോയ പാപത്തിന്റെ പടുകയിൽ കിടക്കുന്ന മനുഷ്യരാശിക്കുള്ള ഏറ്റവും വലിയ പെർഫെക്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം ഈ ഒരു സത്യം അവരുടെ അടുത്ത് പറയാം. അവർ ആ പോയിന്റിൽ അംഗീകരിക്കണം എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള കാര്യമാണ്. നമ്മൾ പക്ഷേ ഇത് പറയാന്നുള്ളതാണ്, എങ്ങനെ എൻഗേജ് ചെയ്യാന്നുള്ളത്. അവർ ഈ സിന്നിനെ, പാപത്തെ പ്രൊമോട്ട് ചെയ്ത് സോഷ്യൽ ജസ്റ്റിസ് എന്നും പറഞ്ഞ് വരുമ്പോൾ എങ്ങനെ എൻകൗണ്ടർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എടുത്ത ഒരു അപ്രോച്ചാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷം ഇങ്ങനെ ജസ്റ്റ് കർത്താവ് ഇവിടെ ഇപ്പോഴും ഫുള്ളും നശിച്ചു കിടക്കുക എന്നുള്ള രീതിയിലല്ല. ഈ സുവിശേഷം ഇത് അംഗീകരിക്കുന്നവരെ ട്രാൻസ്ഫോം ചെയ്യുന്ന സുവിശേഷമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം ഈ സുവിശേഷം പ്ലാൻ ചെയ്തിട്ട് ഒരു ഓപ്പറേഷൻ, വലിയൊരു ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ശരിയല്ല, പുതിയൊരു സൃഷ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ റീജനറേറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ഒരു സുവിശേഷമാണ്. അങ്ങനെ ഈ ട്രാൻസ്ഫോം ആവുന്ന ആൾക്കാർ അവരവരുടെ സമൂഹങ്ങളെയും കുടുംബങ്ങളെയും രാജ്യങ്ങളെയും ലോകത്തെയും തന്നെ മാറ്റിമറിക്കുന്നത് നമ്മൾ കാണുന്നത്. അതിൻ്റെ എത്രയോ എക്സാമ്പിൾസ് നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഇപ്പം സ്ലേവറി, റേസിസത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ സോഷ്യൽ ജസ്റ്റിസ് വന്നത്. ഈ റേസിസത്തിന്റെ കോണ്ടെക്സ്റ്റിൽ സ്ലേവറി വന്നുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ പ്രോബ്ലമായിട്ട് വന്നത്. ആ സ്ലേവറിക്കെതിരെ ഏറ്റവും ആദ്യമേ ശബ്ദം ഉയർത്തിയത്, സ്ലേവറി ഇപ്പോൾ നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്, പക്ഷെ ആദ്യമായിട്ട് ശബ്ദം ഉയർത്തിയത് നിരീശ്വരവാദിയായിരിക്കുന്ന വില്യം വിൽബർ ഫോഴ്സ് അല്ല, മറിച്ച് ക്രിസ്ത്യാനിയായി തീർന്ന വില്യം വിൽബർ ഫോഴ്സ് ആണ്. പുള്ളിയാണ് ആദ്യമേ അത് നിയമപരമായി അത് ബാൻ ചെയ്യണം, തെറ്റാന്നുള്ള രീതിയിൽ വന്നത്. നിരീശ്വരവാദിയായിരിക്കുന്ന വിൽബർ ഫോഴ്സ് അല്ല, മറിച്ച് ദൈവവചനം ട്രാൻസ്ഫോം ചെയ്ത രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനിയായ വിശ്വാസിയായ വില്യം വിൽബർ ഫോഴ്സ് ആണ്. അപ്പം അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ അമേരിക്കയിലെ ഒരു കറുത്തവർഗക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ആയ ചരിത്രമുണ്ട്. അപ്പോൾ ലോകത്തെ മാറ്റിമറിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർമേഷൻസ് ഈ ഗോസ്പല് അത് ലോകത്തെ ഇപ്പോഴും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ സുവിശേഷത്തിന്റെ പങ്കറിയാം, സുവിശേഷത്തിന്റെ പവറും അതിന്റെ ഗ്രേറ്റ്നെസ്സും നമുക്കറിയാം. സദൃശവാക്യം 11:11 നമ്മളിങ്ങനെ വായിക്കുന്നു, നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. അതായത് ആ ഒരു സിറ്റി ഗ്രേറ്റ് ആവും, നല്ല നല്ല വ്യക്തികളുണ്ടെങ്കിൽ ആ ഒരു സിറ്റി അവിടെ നിലനിൽക്കും, അത് ഗ്രേറ്റ് ആവും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ സാമൂഹ്യ നീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ച 3 ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. അത് ഗ്രൂപ്പായിട്ടാണ് ആൾക്കാരെ ഇടപെടുന്നതെന്ന് കണ്ടു, കൂടുതൽ അവകാശങ്ങളും കുറച്ച് പണിഷ്മെന്റ് എന്നും പറഞ്ഞൊരു ആശയം അതിൻ്റെ അകത്തുള്ളതായിട്ട് നമ്മൾ കണ്ടു. പവർ, അധികാരത്തെ ഇൻവേർട്ട് ചെയ്യുക, അടിച്ചമർത്തപ്പെടുന്ന ഗ്രൂപ്പിന് അധികാരം കൂടുതലായിട്ട് നൽകുക എന്നുള്ളൊരു ആശയം അതിൻ്റെ അകത്തുണ്ടെന്ന്. ഇതിൻ്റെ എപ്പോഴൊക്കെയാണ് സാമൂഹ്യ നീതി പോസിറ്റീവായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ആ ഉള്ള കേസുകളിലെല്ലാം ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലും സഭ എന്നുള്ള രീതിയിലും നമ്മുടെ കൽപ്പനകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊന്നും ഒരു മാറ്റമില്ല, നമ്മളത് ചെയ്യണം.
വിധവകളെ നോക്കണം, ദരിദ്രരോട് അനുകമ്പ ഉണ്ടാവണം. ദരിദ്രരോട് ചെയ്യുന്നത് കർത്താവിന് ചെയ്യുന്നതിന് തുല്യം എന്നുള്ള രീതിയിൽ കർത്താവിന് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു മാറ്റവും അവിടെ ഇല്ല. പക്ഷെ ഇതിന്റെ മറവിൽ തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ, അതായത് നമ്മൾ എന്തുകൊണ്ട് ഇത് പ്രതികരിക്കേണ്ടതെന്നുള്ളതുണ്ട്. തെറ്റായ ആശയങ്ങൾ, പാപം ഇതിന്റെ മറവിലൂടെ വരുമ്പോൾ, പാപത്തെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒപ്പോസ് ചെയ്യണമെന്ന് കണ്ടു. അതുപോലെ തന്നെ ഇത് സുവിശേഷത്തെ തിരസ്കരിക്കുന്ന രീതിയിലോട്ട് വരുമ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യണം എന്നുള്ളത് കണ്ടു. പിന്നെ നമ്മളെ തന്നെ എങ്ങനെ ഗാർഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവവചനത്തിന്റെ സുപ്രമസി, അതിന്റെ അതോറിറ്റി നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഫീലിങ്സുകൾ, ഇമോഷൻസിനെ അതിന്റെ താഴെ കൊണ്ടുവന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്ത് ദൈവവചനം നന്നായിട്ട് പഠിച്ച് ഓരോ ഇഷ്യൂസിനും വിവേചിച്ച് നമ്മൾ ഇതിനെ മനസ്സിലാക്കി നമ്മളെ തന്നെ ഗാർഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കണ്ടു. അതുപോലെ തന്നെ ഇവരുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ, തെറ്റായ ആശയങ്ങളുമായിട്ട് വരുമ്പോൾ ഇവരുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവവചനം അവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുക, ധൈര്യത്തോടെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ധൈര്യത്തോടെ ഇട്ട് കൊടുക്കുക, അതിന്റെ പവർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാനത് രണ്ടുപാടും ചെയ്തിട്ടല്ല, എങ്കിലും ഈ ദൈവവചനം ഇട്ട് കൊടുത്ത് അത് എങ്ങനെ അവരെ ചിന്തിപ്പിക്കുന്നു, അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് കണ്ട് ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് വലയത്തിൽ. അപ്പം അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സുവിശേഷം നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കർത്താവ്, ആ സുവിശേഷം അവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. ഈ സുവിശേഷം ഓരോ വ്യക്തികളെയും ഗ്രൂപ്പായിട്ടല്ല, ഓരോ ഇൻഡിവിജ്വൽസിനെയും ട്രാൻസ്ഫോം ചെയ്ത് ആ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് മാറിയ പുതിയ സൃഷ്ടിയാക്കപ്പെട്ട ആ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ സമൂഹത്തെ മാറ്റിമറിക്കുന്നതായിട്ട്, നല്ലതാക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പെട്ടെന്ന് ഇതങ്ങ് പറയുകയാണ് ചെയ്തത്. ഇതിൽ ഒത്തിരി ഒത്തിരി ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ഉളവാക്കും. അത് എന്നെ അറിയാവുന്നവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കാവുന്നേ ഉള്ളൂ. അങ്കിൾമാരുടെ അടുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നമില്ല, വിളിക്കാവുന്നതാണ്. ഒത്തിരി ഡൗട്ടുകൾ നിങ്ങൾക്ക് വരും. നമ്മൾ ഫുള്ളൊന്നും കവർ ചെയ്തിട്ടില്ല, എങ്കിലും ഒരു ഇൻട്രോ പോലെ നിങ്ങളിത് കണക്കാക്കി ഇതിൽ നിന്ന് കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും എൻഗേജ് ചെയ്യുകയൊക്കെ ചെയ്യുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.